ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിറത്തെക്കുറിച്ചിട്ടും ബോഡി ഷേമിങ്ങിനെ കുറിച്ചിട്ടും ആണ്. ബോഡി ഷേമിങ്ങിനെ കുറിച്ചിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് നിറത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, വളരെ ചെറിയൊരു കുഞ്ഞു വീഡിയോ. ഒരു പ്രശസ്തിയായിട്ടുള്ള ഒരു നടിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അതിൽ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയണത്. നമ്മൾ നിറത്തെക്കുറിച്ചിട്ടായാലും ഒരാളുടെ ശരീരത്തിൻ്റെ വണ്ണത്തെക്കുറിച്ചിട്ടായാലും നമ്മൾ പറയുമ്പോൾ ഒരൊറ്റ കാര്യം നമ്മൾ പ്രശസ്തരായിട്ടുള്ള പലരും പറയണതിന് ആൾക്കാർ കേൾക്കാൻ തയ്യാറായിട്ട് ഇരിക്കുന്ന സമൂഹമാണ് നമ്മുടെ. അപ്പം അതിലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടിയുള്ള ആൾക്കാർ അവർ പറയും ഞങ്ങളുടെ തടി കുഴപ്പമില്ല, ഞങ്ങളതിൽ കംഫർട്ടാണെന്ന് പറയും. നിങ്ങൾ കംഫർട്ട് ആയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷേ തടി കൊണ്ട് ഉണ്ടാകാവുന്ന അസുഖങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മളുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് കറക്റ്റായിരിക്കണം. അത് ഞാൻ പറയാതെ ലോകത്തുള്ള എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് പറയാം. അപ്പോൾ നിങ്ങളതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികളുണ്ട്, അവർക്കത് അപ്പം പിന്നെ ഞങ്ങൾക്ക് തടിയുള്ളതും കുഴപ്പമില്ല എന്നുള്ള മനോഭാവം വരാൻ സാധ്യതയുണ്ട്. അതാണല്ലോ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നിറത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നിറത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നിറമുള്ളവർ, മീഡിയം കളറുള്ളവർ, കറുത്ത നിറമുള്ളവർ. അപ്പോൾ ഈ മീഡിയം നിറമുള്ളവരെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴോ വെളുത്ത നിറമുള്ളവരെ കുറിച്ചിട്ട് അതൊരു ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴോ അതിനൊന്നും ആരും ഒരു പരാതിയായിട്ട് പറയാറില്ല. പക്ഷേ ഒരു കറുത്ത നിറമുള്ള ഒരു ലേഡിയെയോ അല്ലെങ്കിൽ കുട്ടിയെയോ ഒക്കെ നമ്മൾ ആ കറുത്ത കുട്ടി അല്ലെങ്കിൽ ആ കറുത്ത ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമായി ഇല്ലേ? അപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലെ എപ്പോഴൊക്കെയാണ് ഇത് ബോഡി ഷെയിം ആവുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് നമ്മൾ ഒരാളെ മനഃപൂർവ്വം എന്ത് കറുപ്പാ നീ എന്നൊക്കെ ചോദിക്കൂലേ, ഈ കറുത്ത കുട്ടി എന്നൊക്കെ നമ്മളൊരു കുട്ടിയുടെ മുഖത്ത് നോക്കി പറയാറില്ല. ഞാൻ പറയാറില്ല, പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പറയുമ്പോൾ അതൊക്കെ ബോഡി ഷെയിം, അല്ലെങ്കിൽ ആ കുട്ടി കറുത്തതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുട്ടീനെ ഒറ്റപ്പെടുത്തുക, അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അതൊരു ബോഡി ഷെയ്മിങ് ആയിട്ട് മാറുന്നത്. അല്ലാത്ത സമയത്ത് അത് ബോഡി ഷെയ്മിങ് അല്ലാതെ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരാളെ പറ്റിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളവിടെ 4 പേരുണ്ടായിരുന്നില്ലേ, അതിലേതാണ് ആ കുട്ടി? അപ്പോൾ നമ്മൾ പറയുമോ, ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ആരോഗ്യമുള്ള സ്കിൻ ഉണ്ടായിരിക്കുക, നല്ല ഗ്ലേസിംഗ് ഉള്ള സ്കിൻ ഉണ്ടായിരിക്കുക എന്ന് പറയും. അതാണ് വേണ്ടത്, അല്ലാതെ നിറമല്ല എന്ന് നമ്മൾ പറയില്ല. പക്ഷേ ഞാൻ കറുപ്പിനെയും വെളുപ്പിനെയും ന്യായീകരിക്കുന്നതല്ല കേട്ടോ, ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴൊക്കെയാണ് ഈ കറുപ്പും വെളുപ്പും നമുക്ക് എന്താവുക ബോഡി ഷെയ്മിങ് ആയിട്ട് മാറുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് ഞാൻ പറയണത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അത് ബോഡി ഷെയ്മിങ് ആവും. ഇപ്പോൾ ഒരാളെ നമ്മൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളവിടെ പോയി വന്നിട്ട് ആ കുട്ടി ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചോദിക്കും ഏത് കുട്ടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, അതായ പൊക്കം കുറഞ്ഞിട്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള സ്കിന്നായിട്ടുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ഇല്ലേ? അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. അത് ഒരു പോയിൻ്റാണ്, ഇന്ന കളർ ഡ്രസ്സ് ഇട്ടിരുന്ന കുട്ടിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരേ കളറുള്ള ഡ്രസ്സ് ഇട്ടിട്ട് 2-3 പേരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ എല്ലാ ഫീച്ചേഴ്സിനെ നമ്മൾ എടുത്തിട്ട് പറയേണ്ടി വരും ഇല്ലേ? അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടായെന്നിരിക്കുക. കേസ് ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ഒരാളെ കാണാതെ പോകുന്ന സമയത്ത് നമ്മളെങ്ങനെ പറയുക, ഉയരം കുറഞ്ഞ് കറുത്ത് അല്ലെങ്കിൽ പൊക്കം കൂടി വെളുത്ത് ചുവന്ന ഷർട്ടിട്ട് ചെറിയ കണ്ണുകൾ വലിയ മൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുക. അപ്പം നമുക്കിത് പറയേണ്ടി വരില്ലേ? അപ്പം ആ സമയത്തൊന്നും ഇതെന്തല്ല, നമുക്ക് ബോഡി ഷെയ്മിങ് അല്ല, ബോഡി ഷെയ്മിങ് ആയിട്ട് വരില്ല. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് ബോഡി ഷെയ്മിങ് അല്ല, ഒരാളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത്. പക്ഷെ ഇപ്പോൾ നിലവിൽ മൊത്തത്തിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ബോഡി ഷെയ്മിങ് ആക്കുക എന്നുള്ളത് ചില ആൾക്കാർക്കൊക്കെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളെന്ത് പറയുകയാണെങ്കിലും ഞങ്ങളെ ബോഡി ഷെയ്മിങ് ചെയ്താണല്ലേ എന്നുള്ള രീതിയിൽ പറയും. ഞാൻ ആരുടെ അടുത്ത് അങ്ങനെ പറയാൻ നിൽക്കാറില്ല. എനിക്കങ്ങനെ വെളുപ്പോ നിറമോ ഒന്നും ഒരു പ്രശ്നമേ അല്ല, അങ്ങനെയുള്ള ആളാണ്. ഇപ്പം
ഞാനിത് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയുന്ന സമയത്ത് അത് ബോഡി ഷേമിംഗ് അല്ല. അല്ലാതെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അയാളുടെ നിറത്തിനെയോ വണ്ണത്തിനെയോ നമ്മൾ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബോഡി ഷേമിങ് തന്നെയാണ്. അത് അവർക്ക് ഭാവിയിൽ അവരുടെ ഒരു ട്രോമ എന്നുള്ള രീതിയിലേക്ക് ആവുകയും ചെയ്യും. അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ പറയാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ കാലം അതാണ്, നമുക്ക് പറയാനേ പറ്റുള്ളൂ അല്ലേ. ഒരാളുടെ വായിൽ ചെന്നിട്ട് നമുക്ക് പ്ലാസ്റ്റർ ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയാൻ ആളല്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബോഡി ഷേമിങ് പറഞ്ഞപ്പോഴാണ് ഞാൻ അത്യാവശ്യം തടിയുള്ള കുട്ടിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഒരു 9 വയസ്സ് തുടങ്ങി നല്ല തടി ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ളത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നൊരു പേരുണ്ട്, പൊത്തൻ ബിസ്ക്കറ്റ്. അങ്ങനെയാണ് അച്ഛൻ വിളിച്ചിരുന്നത്. പിന്നെ വേറൊരു പേര് കൂടി ഉണ്ട്, അത് ഞാൻ പറയണില്ല. അപ്പോൾ എന്നെ ഏറ്റവും അധികം എന്നെ ട്രോളിയിട്ടുള്ളത് എൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണ്. അന്ന് ഇത് ബോഡി ഷേമിങ് ആണോ എന്താണോന്ന് അറിയില്ല. അച്ഛൻ വേറൊരു പേരിട്ട് വിളിക്കുന്നവരല്ല, അങ്ങനെ എന്നെ വിളിക്കുള്ളൂ. വിളിക്കുമ്പോൾ ഞാൻ എന്താണ് അച്ഛാ എന്ന് ചോദിച്ച് ചെല്ലും. അതെൻ്റെ ഒരു പേരായി. പിന്നെ എന്നെ എൻ്റെ ചേച്ചിയുടെ മക്കൾ ഇപ്പോഴും വിളിക്കുന്നത് ഉണ്ടമേമ എന്നാണ്. അത് എനിക്കൊരു വിഷയമേ അല്ല. അത് അവരെന്നെ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് എന്നോടൊരു സ്നേഹമില്ല കേട്ടോ. എന്നെ ഒരു മേമ എന്ന് മാത്രം വിളിച്ചു. അങ്ങനത്തെ ഒരു ഫീലിങ്സ് എനിക്കായി. അത് ആ ഒരു രീതിയിൽ എടുത്തത് കൊണ്ടാണ്. ചെറുപ്പം പോലെ എൻ്റെ ഒരു 9 വയസ്സിലാണ്, എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മൂത്ത ചേച്ചിക്ക് കുട്ടി ഉണ്ടാവണേ. അപ്പം അന്ന് തുടങ്ങി അവൻ ഒരു വലുതായപ്പോൾ തുടങ്ങി, അവൻ സംസാരിക്കാറായപ്പോൾ തുടങ്ങി എന്നെ വിളിക്കണത് അങ്ങനെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ അവൻ്റെ കുട്ടികളായിട്ടുണ്ട്. അവൻ്റെ കുട്ടികൾ എന്നെ വിളിക്കണത് ഉണ്ടമ്മുമ്മ എന്നാണ്. എനിക്ക് അതിലൊരു വരാതില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ അങ്ങനെ വിളിക്കണത്. മക്കളങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അപ്പം നമ്മളെ ഏത് സെൻസിൽ എടുക്കുന്നു എന്നുള്ളതാണ് നമുക്കത് ബോഡി ഷേമിങ് ആവോ ഇല്ലയോ എന്ന് വരുന്നതും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ബോഡി ഷേമിങ് കൊണ്ട് ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതൊരു വലിയ വിഷയം തന്നെയാണ്. അപ്പം നന്ദി, നമസ്കാരം.